ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് സൺഡേ ആണ്. ഞാൻ രാവിലെ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. പോകുന്ന വഴിക്ക് കുളമുണ്ട്, മരമൊക്കെ വീഴുന്ന് കിടപ്പുണ്ട് കേട്ടോ. തലേദിവസം മഴയും കാറ്റൊക്കെ ആയിരുന്ന കാരണം മരമൊക്കെ വീഴുന്ന് കിടപ്പുണ്ട്. ഞാൻ നേരെ അങ്ങ് വെച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ. വീടെത്താറായി. ഞാൻ വീട്ടിലോട്ട് എത്തുമ്പോഴേക്കും ഞാനൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നോക്കണേ, എന്താ സംഭവിക്കുന്നത് നോക്കണം. ഗേറ്റ് തുറക്കുകയാണ് കേട്ടോ. അപ്പോഴും നോക്കണേ ആരാ നിൽക്കുന്നതെന്ന്. ഇത് ഓടി വരുന്നത് ഒന്ന് ജോയും ഒന്ന് അമ്മുവാണ്. ഇത് സ്ഥിരം ഇവിടെയുള്ള കാഴ്ചയാണ് കേട്ടോ. എന്നെ കാണുമ്പോഴേക്കും ഓടി വന്ന് കെട്ടിപ്പിടിക്കും. എനിക്കത് അതിനേക്കാളും അപ്പുറം സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ, ഇവർ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നത്. എനിക്കിതിൽ ഒരാളില്ലെങ്കിൽ തന്നെ എനിക്ക് നല്ല വിഷമമാകും കേട്ടോ. ഞാൻ ഇവിടെ എത്തി ആ ഗേറ്റ് തുറക്കുമ്പോൾ തന്നെ എനിക്ക് രണ്ടുപേരും ഓടി വരുന്നത് എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണേ. അപ്പം അതിൽ ഒരാളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു വല്ലാത്ത വിഷമം വരും. വീട്ടിൽ പോയി ബോൾ കളിച്ചു, അവരെ കണ്ടു. ഞാൻ ഇവരെയും വിളിച്ചുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയാണ്. വീട്ടിൽ എത്തിയപ്പോഴേക്കും ജോ എന്നോട് പറഞ്ഞായിരുന്നു, ആൻറ്റി മുട്ടായി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെളിയിൽ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ കുഴപ്പമൊന്നുമില്ല, വെളിയിൽ പോവാം. പക്ഷേ അവൻ്റെ പുരുകം മുറിഞ്ഞിരിപ്പുണ്ടായിരുന്നു കേട്ടോ. 2-3 ദിവസമായിട്ടോ. കുട്ടി വീഴുന്നിട്ടാണെങ്കിൽ സ്റ്റിച്ചുണ്ട്, പൊട്ടിയിട്ട് പുരുകത്തിൻ്റെ ഒരു 5 സ്റ്റിച്ചുണ്ട്. അതുകൊണ്ട് കുട്ടി വെളിയിലൊന്നും പോകാതെ 3 ദിവസം കൊണ്ട് വീട്ടിലിരിപ്പുണ്ടായിരുന്നു. ഞാൻ ഇവരെയും വിളിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള ബേക്കറിയിലോട്ട് പോയി. ആ ബേക്കറി പോയിട്ടുള്ള കാര്യം കാണിച്ചു തരാം കേട്ടോ. ഞാൻ അവിടെ പോപ്പിൻസൊക്കെ കണ്ടങ്ങ് നിൽക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പോയിട്ട് ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞു. ഇവരെന്ത് എടുക്കാനായിട്ട് ഇവർ ഇഷ്ടമുള്ള കുറേ സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. കാണിച്ചു തരാം. അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് 3 വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എന്തെടുക്കണമെന്ന് അറിയാം. അമ്മൂനൊക്കെ ഉണ്ടല്ലേ, എന്തൊക്കെയോ എടുത്ത് കയ്യിൽ നിൽപ്പുണ്ട്. എന്നിട്ട് ഇവർ കൊടുത്തിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊടുക്കുകയാണ് കേട്ടോ. 3 പേരും കൊടുക്കുന്നുണ്ട്. എൻ്റെ മോനും കൂടി ഉണ്ട് കേട്ടോ അതിനോടൊപ്പം. 3 പേരും കൂടി അതൊക്കെ കൊടുത്ത് പാക്ക് ചെയ്ത് ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ച് ഇറങ്ങി ഞാൻ ഇവരെ കൊണ്ട് വീട്ടിലോട്ടാക്കിയായിരുന്നു. വീട്ടിലോട്ടാക്കിയിട്ട് ടാറ്റ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അമ്മയാണേ. അപ്പം 3 പേരും ഇവിടെ വെളിയിൽ നിൽപ്പുണ്ട്. ടാറ്റ പറഞ്ഞ് പോയി. ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങുന്നുണ്ട് കേട്ടോ. വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് മോൻ പറയുന്നുണ്ടായിരുന്നു, അമ്മ അവിടെ ഒരു ചിത്രശലഭം ഞാനിപ്പോൾ ഇറങ്ങി നോക്കിയായിരുന്നേ. നോക്കിയപ്പോഴേക്കും അതിന് എണീറ്റ് പോകാനൊന്നും പറ്റാത്ത ഒരവസ്ഥയാണ്. പറക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. എന്തോ ആവശ്യ നിലയിലായിരുന്നു കേട്ടോ. ഞാൻ കുറേ തവണ നോക്കിയായിരുന്നു കേട്ടോ അതിനെ പറത്തി വിടാൻ വേണ്ടിയിട്ട്. പിന്നെ അതെൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ തന്നെ പറന്നു പോകുന്നുണ്ട്. അതിനുശേഷം ഞാൻ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയായിരുന്നു. ഞാൻ മോനും കൂടി വണ്ടിയിൽ കയറിയിരുന്നു. അമ്മയ്ക്ക് ടാറ്റ കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് രാവിലത്തെ വിശേഷം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.